ഹായ്, ഏർക്കും സുഖം തന്നെയല്ലേ? നമുക്കെന്തെങ്കിലും ബന്നുണ്ടാക്കിയാലോ? നമ്മൾ സാധാരണ ബേക്കറിയിലല്ലേ പോയി വാങ്ങിക്കാറുള്ളത്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മൈദ 6 കപ്പ്, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 2 ടീസ്പൂൺ, ഉപ്പ് 1.5 ടീസ്പൂൺ, മുട്ട ഒരെണ്ണം, എണ്ണ ആവശ്യത്തിന്, വെള്ളം, ചെറിയ ചൂടുവെള്ളം 2 കപ്പ്. ഞാൻ ഈ കപ്പിന് 6 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 കപ്പിലേക്ക് ഇടുകയാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വെള്ളം. അതായത് 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ 6 കപ്പ് മൈദ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് 2 കപ്പ് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ്, 2 കപ്പ് വെള്ളം നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാര എല്ലാം അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സ്പൂണിന് 2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഉപ്പ് വേണം. ഇത് രണ്ടും മൈദയിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ മുട്ട എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പഞ്ചസാര അലിയിച്ച് വെച്ചിരുന്നില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 6 കപ്പ് മൈദയ്ക്ക് 2 കപ്പ് വെള്ളം പാകത്തിനുണ്ടാകും. വെള്ളം മുഴുവനും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യം വരും. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലൊട്ടുന്നെന്ന് തോന്നുമ്പോഴെല്ലാം ഒരല്പം എണ്ണ കയ്യിലൊന്ന് തേച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ മൈദയും ഒരല്പം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതും ഉപയോഗിക്കാം. അധികം ചേർക്കരുത്, ചുമ്മാ കൈ ഒന്ന് തൊട്ടെടുക്കുകയേ ചെയ്യാവൂ. കണ്ടില്ലേ, മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണിത്. ആ പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കണം. ഇതിൻ്റെ മേളിലും ഒന്ന് എണ്ണ തടവണേ, കാരണം ആ മാവ് ഉണങ്ങിപ്പോകാതിരിക്കാനെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. ചെറിയ ചൂടുള്ള സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ. നിങ്ങളുടെ വീട്ടിലെ മൈക്രോവേവ് ഓവനോ OTG ഓവനോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 30 സെക്കൻഡ് ചൂടാക്കിയിട്ടിട്ട് അതിനുള്ളിലേക്ക് നമുക്കിതെടുത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ സമയം നമുക്കിതിന് കൊടുക്കാം. അതിനുള്ളിലേക്ക് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റാണ് ഇതിന് കൊടുത്തത്. ഇനി കയ്യിലൊരു അല്പം എണ്ണ തൊട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളയണം, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ഉരുളകളാക്കണം. ഈ ട്രേയിലാണ് ഞാൻ ബന്നുണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി കുറച്ച് മൈദ അതിലേക്കൊന്ന്
ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം ചെറുതായിട്ടൊന്ന് തട്ടി തട്ടി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, മാവൊക്കെ കറക്റ്റായിട്ട് തട്ടിയെടുത്ത് എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. ഞാൻ ഇനി മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് ബന്നിൻ്റെ മാവെടുത്ത് ഉരുളകളാക്കി എടുക്കണം. കൈകളിലേക്ക് നന്നായിട്ട് എണ്ണയൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുറേശ്ശെ മാവെടുത്ത് ഉരുളയാക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുക്കണം എല്ലാം. മാവ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാവ് ഉരുട്ടി വയ്ക്കുന്ന ഉരുളകൾ ഓരോന്നും അകത്തി വെക്കണം. കാരണം അത് ബേക്കായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാകും. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഉണങ്ങി പോകാതിരിക്കാനെ കൊണ്ട് ഒരു ടവലും കൊണ്ട് കവർ ചെയ്യാം. ഞാനിവിടെ എഗ്ഗ് വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതാണിത്. അതാണ് എഗ്ഗ് വാഷ്. ഇത് നമുക്ക് ഈ ബന്നിൻ്റെ മാവ് ഉരുളയാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളുത്ത എള്ള് കുറച്ച് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിതറണം. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്യണം. നമ്മുടെ ബന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവണം. ഇതിൻ്റെ മേൽഭാഗം ഇപ്പോൾ ഇച്ചിരി കട്ടി തോന്നും. അത് നമുക്ക് സോഫ്റ്റ് ആകാനും വേണ്ടി കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ടവൽ കൊണ്ടൊന്ന് മൂടി വെക്കണം. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് നമുക്കൊരല്പം വെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതൊന്ന് എടുത്ത് നന്നായിട്ട് ചൂടൊന്ന് പോകാനും വേണ്ടി ഈ കമ്പിയിലേക്കൊന്ന് വയ്ക്കാം. വയർ റാക്ക് ഇതിലേക്കൊന്ന് വയ്ക്കാം. ഇതൊന്ന് തണുക്കണം. ഇനി ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും പഴയ വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് അമർത്തുമ്പോൾ തന്നെ വീണ്ടും അതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അതിനകമൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.